ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെ, വാസ്തവമായിട്ടും അത് ശരി തന്നെയാണ്. അതായത് ഏതൊരു കുഞ്ഞും ആ രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. നന്നായി പരിപാലിക്കുകയും അവരുടെ കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വലിയ സാധ്യതകളാണ് അവിടെ ഉള്ളത്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലും പലരും കുഞ്ഞുങ്ങളെ അവഗണിച്ചപ്പോൾ കർത്താവ് അവരെ ചേർത്ത് പിടിച്ചു. ഓശയുടെ സുവിശേഷം 10-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. ഇങ്ങനെ ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവത്തിൽ ഉണ്ടായിരുന്ന അതിപ്രസിദ്ധനായൊരു ചിത്രകാരനാണ് ബെഞ്ചമിൻ വെസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്രയും വലിയൊരു ചിത്രകാരനാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മയുടെ ഒരു ചുംബനമാണ് എന്നെ ഇത്രയും വലിയ ചിത്രകാരനാക്കിയത്. അവർക്ക് ആ വിസ്മയമായി. അവർ ചോദിച്ചു, അതെങ്ങനെ ഒരു അമ്മയുടെ ചുംബനം കൊണ്ട് ഒരാൾ ചിത്രകാരനാകുന്നത്, പ്രസിദ്ധനാകുന്നത്? അദ്ദേഹം കൊടുത്ത മറുപടി തൻ്റെ ഒരു വിശദീകരണമായിരുന്നു ബാല്യകാലത്തിലെ. അതിങ്ങനെയാണ്: തന്നെ വീട് ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കന്മാർ പർച്ചേസിങ്ങിനായിട്ട് പോയി. കുഞ്ഞനുജത്തെയും കൂട്ടിനെ ഏൽപ്പിച്ചു. നന്നായി നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. എല്ലാം അവൻ സമ്മതിച്ചു. എന്നാൽ മാതാപിതാക്കന്മാർ പോയി കഴിഞ്ഞപ്പോൾ, അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവനെ വീടെല്ലാം ശ്രദ്ധിച്ചു നോക്കി. കുറേയേറെ ചായക്കൂട്ടുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചായക്കൂട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നൊട്ടും അമാന്തിച്ചില്ല. അവനെതിർത്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഭിത്തിയിലും തറയിലും അവിടെ കണ്ട എല്ലാ പ്രതലങ്ങളിലും അവിടെ അവന് ലഭിച്ച മുഴുവൻ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് വൃത്തികേടാക്കി. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് മാതാവ് കയറി വന്നപ്പോൾ വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. എങ്കിലും ആ കുഞ്ഞിനെ അവർ വഴക്ക് പറഞ്ഞില്ല. ആ കുഞ്ഞിനെ ആശ്ലേഷിച്ചിട്ട് ആ അമ്മ പറഞ്ഞത്, മോൻ മിടുക്കനാണല്ലോ, നല്ല പടമാണ് വരച്ചിരിക്കുന്നത്. അത് അവൻ്റെ ജീവിതത്തിലെ ചിത്രകലയുടെ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. യേശു തമ്പുരാൻ കുഞ്ഞിന് കൊടുത്ത പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ വളർച്ച, അവരെ കൊണ്ടൊരു ഉപയോഗം നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. വേണ്ടുവണ്ണം ഉപയോഗിക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് നഷ്ടമായി എന്നറിയാമോ? നമുക്ക് അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ. അവർക്ക് ലഭിച്ച കൃപയും കഴിവുമൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ വരും തലമുറകൾ ഞങ്ങളുടെ നാമത്തിന് മഹത്വത്തിനായി, രാജ്യത്തിന് കെട്ടുപണിക്കായി, ദേശത്തിന് കൊള്ളാവുന്നവരായി വളർന്നുവരാൻ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നന്മ നേരുന്നു. ഗാഡ് ബ്ലസ് യു.